God expects our godliness and service. God expects our godliness and service. അതിന് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കുവാനിടയായി തീർന്നത് ഇമ്മ്യൂട്ടബിലിറ്റി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ സ്ഥിരത. അതിൽ കൂടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി, യേശു ക്രിസ്തു ഒരു യുണീക്ക് പേഴ്സണാണ്. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുവാനിടയായി തീർന്നു. അവസാനമായിട്ട് നമ്മൾ പഠിക്കുവാനിടയായി തീർന്നത് ഡോക്ട്രിനൽ സ്റ്റെബിലിറ്റി. അതാണ് ഫസ്റ്റ് പോയിന്റ്, ഡോക്ട്രിനൽ സ്റ്റെബിലിറ്റി. ഇന്ന് രാത്രി നമ്മൾ ആ വിഷയമാണ് തുടർന്ന് പഠിക്കുവാൻ പോകുന്നത്. ഡോക്ട്രിനൽ സ്റ്റെബിലിറ്റി, വേഴ്സ് 9. പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് അപകടകരമായിട്ട് നമ്മൾ കാണുവാൻ സാധിക്കുക. 3 things that they were in danger of falling in. എബ്രായ വിശ്വാസികൾ വീഴുവാൻ സാധ്യതയുള്ള 3 ഭയാനകമായിരിക്കുന്ന അവസ്ഥകൾ. അതിൽ ഒന്നാമത്തെ വിഷയമാണ് വേരിയസ് ഡോക്ട്രിൻസ്. നോട്ട് ചെയ്താൽ ഒന്നാമത്തത് വേരിയസ് ഡോക്ട്രിൻ, വിവിധങ്ങളായിരിക്കുന്ന ഉപദേശങ്ങൾ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അതാണ് പഠിച്ചു നിർത്തുവാൻ ഇടയായിട്ടുന്നത്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഇഹലോകത്തിലെ ജീവിതം മാറ്റപ്പെട്ടതിനു ശേഷം വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാനം, വെളിപ്പാട് പുസ്തകം വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഡോക്ട്രിനില് വിവിധങ്ങളായിരിക്കുന്ന ഉപദേശങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചത് 4 കാര്യങ്ങളെ. ഒന്ന്, ഡിനൈങ് ദ ഡിവൈനിറ്റി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെതായിരിക്കുന്ന ദൈവത്വം എന്നുള്ളത് നിഷേധിക്കുന്നു. ക്രിസ്തുവിന്റെ ദൈവത്വം എന്നുള്ളത് നിഷേധിക്കുന്നു. അതാണ് 2 John verse 7. യോഹന്നാന്റെ 2-ാം ലേഖനം 7-ാമത്തെ വാക്യം. രണ്ടാമത്തെ ഉപദേശത്തിന്റെ വിവിധങ്ങളായ ഉപദേശം. ഒന്ന്, രണ്ടാമത്തത് ക്ലെയിമിംഗ് ദാറ്റ് ദ റിസറക്ഷൻ ഈസ് ഓവർ, പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്നു. ആ ഉപദേശം, പുനരുത്ഥാനം ഓൾറെഡി കഴിഞ്ഞു. 2 Timothy chapter 2 verse 18. വേദപുസ്തകം നിലനിൽക്കുമ്പോൾ തന്നെ വിവിധങ്ങളായ ഉപദേശങ്ങൾ അന്ന് ലോകത്തിൽ എക്സിസ്റ്റഡ് ആയിരുന്നു. 3, ദ ഡോക്ട്രിൻ ഓഫ് ബാലാം, ബിലയാമിന്റെ ഉപദേശം. ബിലയാമിന്റെ ഉപദേശം, Revelation 2:14. ബിലയാമിന്റെ ഉപദേശം. എന്താണ് ബിലയാമിന്റെ ഉപദേശം എന്ന് പറയുന്നത്? ഒന്ന്, കളങ്കപ്പെടാത്തതായിരുന്ന ഇസ്രായേൽ മക്കളെ കളങ്കപ്പെടുത്തുക, മലിനതയിലേക്ക് നടത്തുക. അതായിരുന്നു ഉപദേശം. നിങ്ങൾക്കറിയാം എവിടെയാണ് ബാലാക്ക് ബിലയാമിനെ വിളിച്ച് ഇസ്രായേൽ മക്കളെ ശപിക്കുവാൻ വേണ്ടി കൊണ്ടുവന്നു. ബിലയാം ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ചുകൊണ്ട് കടന്നുപോയി. എന്നാൽ അവസാനമായിട്ട് ബിലയാം ഒരു വേർഡ് കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ തുടർന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും ബിലയാമിന്റെ ഉപദേശം എന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിൽ കൂടെ മനസ്സിലാക്കുന്നത് ഈ ഇസ്രായേൽ മക്കളുടെ ഇടയിലേക്ക് അന്യജാതിക്കാരി സ്ത്രീകളെ അയക്കുകയും ആ സ്ത്രീകള് ഇസ്രായേൽ മക്കളെ ബിംബാരാധനയിലേക്ക് നടത്തുകയും ബാൽ പെയോരിനോട് ഇസ്രായേൽ മക്കൾ ചേരുവാനായിട്ട് കാരണമായി തീർന്നു. ഇതാണ് ബിലയാമിന്റെ ഉപദേശം. ബിലയാമിന്റെ ഉപദേശം എന്ന് പറയുന്നത് ജനത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തി ദൈവത്തിന്റെ ശാപം അവരുടെ മേൽ കടത്തി വരുവാനായിട്ട് അനുവദിക്കുക. ദൈവം അനുഗ്രഹിക്കുന്ന ജനത്തെ ശപിക്കുവാൻ ആർക്കും സാധ്യമല്ല. അങ്ങനെയെങ്കിൽ ഇസ്രായേൽ മക്കൾ ശാപഗ്രസ്തരാകണമെങ്കിൽ ദൈവത്തിന്റെ ശാപമാണ് കടന്നു വരേണ്ടത്. ദൈവത്തിന്റെ ശാപം കടന്നു വരണമെങ്കിൽ അവർ ദൈവത്തിന്റെ ഹിതത്തിന് വിരുദ്ധമായി പോകണം. അതിനുവേണ്ടിയാണോ ഈ സ്ത്രീകളെ അവിടോട്ട് വിട്ട് അവരുടെ ദേവന്മാരെ ആരാധിക്കുവാൻ തക്കവണ്ണം ഈ സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാരെ വിളിച്ചുകൊണ്ടുവരികയും ഇസ്രായേൽ മക്കൾ അപ്രകാരമാണ് അവരുടേതായിരിക്കുന്ന കന്യകത്വം നഷ്ടപ്പെടുത്തുവാൻ കാരണമായി തീർന്നത്. എപ്പോഴും ശ്രദ്ധിച്ചോണം ഈ ഒരു വേർഡ്. ലോകത്തിൽ ഒരു മനുഷ്യനും നമ്മെ ശപിക്കുവാൻ സാധ്യമല്ല. ദൈവത്തിന്റെ മക്കളായിട്ട് ദൈവം നമ്മെ നിർത്തിയിരിക്കുമ്പോൾ എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ വാക്കിൽ കൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് പൈശാചിയന്റെ ഒരു പദ്ധതിയാണ് നമ്മുടേതായിരിക്കുന്ന സാങ്ക്ടിറ്റി നഷ്ടപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന്റെ പക്കൽ നിന്ന് ശാപം നമ്മുടെ മേൽ കടന്നു വരിക എന്നുള്ളത്.
മറ്റൊന്നും ആർക്കും ചെയ്യുവാൻ, ഒരു മനുഷ്യനും നമ്മെ ശപിക്കുവാൻ സാധ്യമല്ല, ഒരു പിശാചിനും നമ്മെ ശപിക്കുവാൻ സാധ്യമല്ല. എത്രമാത്രം മന്ത്രവാദം ചെയ്താലും നമുക്ക് ശാപം കടന്നു വരികയില്ല. പക്ഷെ ശപിക്കപ്പെടുവാൻ സാധിക്കും ദൈവത്തിന്റെ ശാപം നമ്മുടെ മേൽ കടന്നു വന്നപ്പോൾ. ഇതാണ് ബിലിയാം മുഖാന്തരമായിട്ട് സംഭവിച്ചത്. ബിലിയാമിന്റെ ഉപദേശം എന്ന് പറയുന്നത് അതാണ് ഇംപ്യൂരിറ്റിയിലേക്ക് നയിക്കുക. നാലാമത്തത് ഉപദേശമാണ് ദ ഡോക്ട്രിൻ ഓഫ് നിക്കലാവിയൻസ്, നിക്കലാവിയരുടെ ഉപദേശം. അതും നമ്മൾ കാണുന്നത് റെവലേഷൻ ചാപ്റ്റർ 2 കാണുന്നത്. 14 റെവലേഷൻ 2 വേഴ്സ് 15, 15ാമത്തെ വാക്യം. അവരുടെ ഉപദേശം എന്ന് പറയുന്നത് വിശുദ്ധി വേർപെടുത്തുക എന്ന് പറഞ്ഞാൽ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ വിട്ട് എല്ലാവരും വിശുദ്ധരായതുകൊണ്ട് വിശുദ്ധരുമായിട്ട് ബന്ധപ്പെടുന്നതിൽ തെറ്റില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായിരുന്നു നിക്കലാവിയർ. പ്രധാനമായിട്ട് ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുവാൻ ഇടയായിത്തീർന്നത്. അപ്പോൾ കർത്താവ് ഈ വേദപുസ്തകം നിലനിൽക്കുന്ന സമയത്ത് തന്നെ, അപ്പോസ്തോലിക കാലത്ത് തന്നെ വിവിധങ്ങളായിരിക്കുന്ന ഉപദേശങ്ങൾ ഇസ്രായേൽ ഈ ദൈവജനത്തിന്റെ ഇടയിൽ കടന്നു വന്നിരുന്നു എന്നുള്ളത് വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതല്ലാതെ ഒത്തിരി കാര്യങ്ങൾ ദുരുപദേശമായിട്ട് നമ്മൾ കാണുവാൻ സാധിക്കുന്നു. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് സ്ട്രേഞ്ച് ഡോക്ട്രിൻ. രണ്ടാമത്തത് നോട്ട് ചെയ്താട്ട് നമ്മൾ പഠിക്കുന്നത് എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 9ാമത്തെ വാക്യം. അവിടെ പറയുന്നു വിവിധവും അന്യവുമായ ഉപദേശങ്ങൾ, സ്ട്രേഞ്ച് ഡോക്ട്രിൻസ്. അപ്പോൾ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അവരെ വലിച്ചു കൊണ്ടുപോകുവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് അന്യമാർഗത ഡോക്ട്രിൻ. എന്താണ് സ്ട്രേഞ്ച് ഡോക്ട്രിൻ? സ്ട്രേഞ്ച് ഡോക്ട്രിൻ നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് ആ വേർഡ് പഴയ നിയമത്തിൽ നിന്ന് കടമെടുത്തൊരു വേർഡാണ്. എന്താണ് ആ വേർഡ്? ലേവ്യ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 1ാമത്തെ വാക്യം. ലെവിറ്റിക്കസ് ചാപ്റ്റർ 10 വേഴ്സ് 1. ലേവ്യ പുസ്തകം 10:1. അങ്ങനെ തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യാഗ്നി, സ്ട്രേഞ്ച് ഫയർ. They brought strange fire in the tabernacle. എന്തുകൊണ്ട് അത് സ്ട്രേഞ്ച് ഫയറായി? എന്തുകൊണ്ട് അത് അന്യാഗ്നിയായി? അന്യാഗ്നി എന്ന് പറയുവാൻ കാരണമുണ്ട്. ദൈവം ഒരു ധൂപപീഠത്തിൽ ധൂപം കത്തിക്കുമ്പോൾ ആ തീക്ക് ഒരു പ്രത്യേകതയുണ്ട്. ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ ഒന്ന് വായിച്ചാട്ട്. നമ്പേഴ്സ് ചാപ്റ്റർ 16 വേഴ്സ് 46. സംഖ്യാപുസ്തകം 16-ാം അധ്യായം 46-ാമത്തെ വാക്യം. ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ. നീ ധൂപകലശം എടുത്ത് അതിൽ യാഗപീഠത്തിലെ തീയിട്ട്. അപ്പോൾ തീ എടുക്കേണ്ടത് യാഗപീഠത്തിൽ നിന്നാണ്. ഏതെങ്കിലും ഒരു തീ കത്തിക്കുവാനല്ല ദൈവം അവരോട് കൽപ്പിച്ചത്. ധൂപപീഠത്തിനകത്ത് ധൂപപീഠത്തിന്മേൽ കത്തിക്കുന്ന തീ ഏതെങ്കിലും ഒരു തീ ആകുവാൻ ദൈവം അനുവദിക്കുന്നില്ല. ധൂപപീഠത്തിൽ കൊണ്ടുവരേണ്ട തീ യാഗപീഠത്തിലെ തീയാണ്. ദൈവത്തിന്റെ തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, രാത്രി മുഴുവൻ യാഗപീഠത്തിൽ തീ കത്തിക്കൊണ്ടിരിക്കുക. അവിടെയാണ് യാഗം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. എന്നിട്ട് രാവിലെ സമയത്ത് അതിൽ നിന്ന് തീയെടുത്തിട്ടാണ് ദൈവത്തിന്റെ ആലയത്തിലേക്ക് കൊണ്ടുപോയിട്ട് വിശുദ്ധ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവിടെ ധൂപം കാട്ടുന്നത്. ആ തീയാണ് ധൂപപീഠത്തിന്മേൽ വരുന്നത്. അടുത്ത ദിവസം വൈകിട്ട് ആ തീയാണ് യാഗപീഠത്തിന്മേൽ വരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ തീ കത്തിയത് മാനുഷികമായ തീ അല്ല. യാഗപീഠത്തിന്മേൽ സകല യാഗമൃഗങ്ങളെയും വെച്ചിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവമാണ് സ്വർഗത്തിൽ നിന്ന് തീ അയച്ചത്. ഇതൊരു മനുഷ്യൻ കത്തിച്ച തീയല്ല, സ്വർഗത്തിലെ ദൈവമാണ് തീ അയച്ചത്. ആ ദൈവത്തിന്റെ കരങ്ങളാണ് തീ കത്തുവാൻ ഇടയായിത്തീർന്നത്. അതുകൊണ്ട് തുടർന്നുള്ള ഏത് ശുശ്രൂഷയിലും മനുഷ്യന്റെ കരം കൊണ്ട് നിർമ്മിച്ച ഒരു തീ അല്ല ദൈവം അവിടെ എക്സ്പെക്ട് ചെയ്തത്. പിന്നെയോ സ്വർഗത്തിലെ ദൈവത്തിന്റെ തീയാണോ അവിടെ കത്തേണ്ടത്. ഇപ്രകാരം ആ വ്യവസ്ഥയിൽ അല്ലാത്ത തീയ് അവർ കൊണ്ടുവന്നത് കൊണ്ട് അതിനെ അന്യാഗ്നി, സ്ട്രേഞ്ച് ഫയർ എന്ന് പറഞ്ഞുവെങ്കിൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് ഇതേ വേർഡ് ആവർത്തിക്കുന്നുണ്ട്. ഗലാത്യർക്ക് ലേഖനം
1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, ഗലേഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 6. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് വേറൊരു സുവിശേഷം, എ സ്ട്രേഞ്ച് ഗോസ്പൽ എന്ന് അവിടെ പറയുന്നത്. വേറൊരു സുവിശേഷം. എന്താണ് ആ സുവിശേഷത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഈ കൃപ നല്ലതാണോ, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ചാൽ നീതീകരിക്കപ്പെടുവാൻ സാധിക്കും എങ്കിലും വാസ്തവത്തിൽ രക്ഷപ്പെടണമെങ്കിൽ മോശയ്ക്ക് ദൈവം കൊടുത്ത ന്യായപ്രമാണത്തിൽ ഉൾപ്പെട്ടതായിരിക്കുന്ന പരിച്ഛേദനയോട് ഏറ്റെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. അബ്രഹാമിന് ദൈവം കൊടുത്തത്, ഇസ്രായേൽ മക്കൾക്ക് ദൈവം ഒരു നിയമമാക്കി, നിത്യ നിയമമാക്കി കൊടുത്തു. ശ്രദ്ധിക്കണം എന്റെ വേർഡ്. അബ്രഹാമിനാണ് പരിച്ഛേദന ദൈവം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അബ്രഹാമിന്റെ സന്തതി മുഴുവൻ അത് പരിച്ഛേദന ഏൽക്കണം ദൈവം കൽപ്പിച്ചു. എന്നാൽ കാലങ്ങൾ മുൻപോട്ട് കടന്നു വന്നപ്പോൾ സീനായ് മലയിൽ വെച്ച് സ്വർഗത്തിലെ ദൈവം മോശ മുഖാന്തരമായിട്ട് കൽപ്പന കൊടുക്കുമ്പോൾ ആ കൽപ്പനയിലുള്ള പ്രധാനപ്പെട്ട ഒരു നിയമമായിരുന്നു പരിച്ഛേദനമാർഗ നിയമം. അതൊരു നിത്യ നിയമമായിട്ട് അവ കൊടുത്തു. ആ നിത്യ നിയമമായിരുന്നത് ഇപ്പോൾ അത് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന് വിലയില്ല എന്ന് മനസ്സിലാക്കി അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയെ പഠിപ്പിച്ചത് വിശ്വാസത്താലാണ് നീതീകരണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചതായ സ്ഥാനത്ത് പിൽക്കാലത്ത് അല്പകാലം കഴിഞ്ഞപ്പോൾ ചിലര് യഹൂദ ദേശത്ത് നിന്ന് കടന്നു വന്ന യഹൂദന്മാർ ഇപ്രകാരം പഠിപ്പിക്കുവാൻ കാരണമായി തീർന്നു. നിങ്ങൾ ഈ പരിച്ഛേദന ഏൽക്കാതിരുന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധ്യമല്ല. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കേണ്ടത് ആവശ്യമാണോ? എന്നാൽ പരിച്ഛേദനയോടെ ഏൽക്കേണ്ടത് വളരെ ആവശ്യമാണോ? ഇന്ന് വാസ്തവത്തിൽ ദൈവം തന്റെ ദാസന് കൊടുത്ത വെളിപ്പാടിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കാരണം വളരെ പ്രതികൂലങ്ങളുടെ നടുവിലും ധൈര്യമായിട്ട് തനിക്ക് ലഭിച്ച വെളിപ്പാടുവിടെ നിൽക്കുവാൻ ഇടയായിത്തീർന്ന പൗലോസ്, അതാണ് വാസ്തവത്തിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീർന്നത്. പ്രവൃത്തി കൊണ്ടല്ല നാം നീതീകരണം പ്രാപിക്കുന്നത്, വിശ്വാസത്താലാണ് നീതീകരണം പ്രാപിക്കുന്നത്. അപ്പോൾ വേറെ സ്ട്രേഞ്ച് ഗോസ്പൽ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ വിട്ടുമാറ്റി അതിന്മേൽ മറ്റെന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്യുന്നുവെങ്കിൽ, എന്തെങ്കിലും ഒന്ന് കൂട്ടുന്നുവെങ്കിൽ, എന്തെങ്കിലും ഒന്ന് കുറയ്ക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ മുൻപാകെ അത് അന്യാഗ്നിയാകുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ വിട്ടേച്ച് അതിൽ നിന്ന് എന്തെങ്കിലും കുറയ്ക്കുകയോ എന്തെങ്കിലും ആഡ് ചെയ്യുകയോ ചെയ്യുന്നുവെങ്കിൽ ദൈവത്തിന്റെ വചനത്തെ കുറയ്ക്കുവാനോ കൂട്ടുവാനോ ഒരു മനുഷ്യനും സാധ്യമല്ല. ദൈവം പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾക്ക് കൽപ്പന കൊടുത്തപ്പോൾ ഒരു കാര്യം കൽപ്പിച്ചു, നിങ്ങൾ ഒരു കല്ലുകൊണ്ട് ഒരു യാഗപീഠം ഉണ്ടാക്കണം. ആ കല്ല് നിങ്ങൾ യാഗപീഠമാക്കുമ്പോൾ നിന്റെ കൈ ആ കല്ലിന്മേൽ തൊടുവാൻ ഇടയാകരുത്. എന്ന് പറഞ്ഞാൽ നിന്റെ കൈ കൊണ്ട് ചെത്തിയ കല്ലുകൊണ്ടല്ല, അല്ലെങ്കിൽ നിന്റെ കരം കൊണ്ട് രൂപഭംഗി കൊടുത്തുവാർക്കുന്ന കല്ലിന്മേൽ അല്ല യാഗപീഠം വെക്കേണ്ടത്. യാഗപീഠമാകുന്നത് ഒരു മനുഷ്യന്റെ കൈ അതിന്മേൽ തൊടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒന്ന് വായിച്ചോട്ട് പുറപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വന്നാട്ട്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം. ദൈവം അത് ക്ലിയർ ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയാണത്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം വായിച്ചോട്ട്. എനിക്ക് മണ്ണുകൊണ്ട് ഒരു യാഗപീഠമുണ്ടാക്കി ചെത്തിയ കല്ലുകൊണ്ട് അത് പണിയരുത്. യെസ്, നെക്സ്റ്റ് വേർഡ്. നിന്റെ ആയുധം കൊണ്ട് നീ തൊട്ടാൽ നീ അതിനെ അശുദ്ധമാക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ദൈവത്തിന്റെ വ്യവസ്ഥയിൽ ദൈവം നിൽക്കുമ്പോൾ എന്റേതായിരിക്കുന്ന യാതൊരു കൈപ്പണിയും ദൈവം അതിന്മേൽ ആഗ്രഹിക്കുന്നില്ല. യാഗം കഴിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ യാഗപീഠത്തിന്മേൽ അത് മനോഹരമാക്കുവാൻ തക്കവണ്ണം എന്റെ കൈകൊണ്ട് തൊടുവാൻ പോലും സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവമക്കൾ മനസ്സിലാക്കുവാനും, സ്വർഗത്തിലെ
ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുമ്പോൾ, എനിക്കും നിങ്ങൾക്കും യാഗം കഴിക്കുവാൻ ദൈവം അവകാശം തന്നിരിക്കുമ്പോൾ, ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം എനിക്കും നിങ്ങൾക്കും അവകാശം തന്നിരിക്കുമ്പോൾ, ആ അവകാശത്തിൽ എന്റെ കയ്യിലിരിക്കുന്നത് ഞാൻ ആഡ് ചെയ്യുവാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അത് ചെയ്യുന്നുവെങ്കിൽ അത് എനിക്ക് നന്മയല്ല, എനിക്കത് ശാപത്തിന് കാരണമായി തീരും. വായിച്ചോട്ട് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം, റെവലേഷൻ ചാപ്റ്റർ 22. ഇതുമായിട്ടുള്ള ബന്ധത്തിൽ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? അതിന്റെ 18-ാമത്തെ വാക്യം, അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ, ശ്രദ്ധിക്ക്, ആരെങ്കിലും കൂട്ടിയാൽ, എന്തെങ്കിലും ഒന്ന് കൂട്ടുവാൻ ഇടയായിത്തീർന്നുവെങ്കിൽ ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, അത് എന്ത് സംഭവിക്കുന്ന പറയുന്നത്? അത് നിനക്ക് ഒരു ബാധയായി മാറ്റപ്പെടുവാൻ സാധിക്കും. അപ്പോൾ ഒരു ബാധയായിട്ട് തീരുവാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ നിയമത്തിന്റെ മുൻപിൽ ഒരല്പം പോലും കൂട്ടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. വായിച്ചോട്ട് ഡ്യൂട്രോണമി ചാപ്റ്റർ 4, ആവർത്തന പുസ്തകം 4-ാം അധ്യായം, അതിൽ 2-ാമത്തെ വാക്യം, ദൈവത്തിന്റെ വ്യവസ്ഥ. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുത്. യെസ്, മതി. അപ്പോൾ എന്താണ് ദൈവം എക്സ്പെക്ട് ചെയ്തത്? എന്റെ കയ്യിൽ നിന്ന് ഒന്നും ഇടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ആഗ്രഹിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണിത്. അന്യാഗ്നി സ്വർഗത്തിലെ ദൈവം എക്സ്പെക്ട് ചെയ്യുന്നില്ല. എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കൊണ്ടുവന്ന് ദൈവിക ശുശ്രൂഷയിൽ ആഡ് ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം വ്യവസ്ഥ തന്നിട്ടുണ്ട്. ദൈവം തന്റെ വചനത്തിൽ വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെയായിരിക്കണം ഞാനും നിങ്ങളും ദൈവത്തിന് വേണ്ടി പോലെ ചെയ്യേണ്ടത്. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. എന്താ അവിടെ പറയുന്നത്? അന്യാഗ്നി. എന്ത് ചെയ്തു ഇസ്രായേൽ? ഗലാത്യ സഭയുടെ ചരിത്രത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ അവർ എന്ത് സംഭവിച്ചു? ദൈവം കൽപ്പിച്ച പ്രമാണം വിട്ടേച്ച് യഹൂദന്മാര് പഠിപ്പിച്ചതായിരിക്കും പ്രമാണം കൂടെ സ്വീകരിക്കുവാൻ ഇടിയായിത്തീർന്നപ്പോൾ, ഒരു പക്ഷെങ്കിൽ ചിലർ ജാതികളിൽ ചിലരെങ്കിലും അത് ചെയ്യുവാൻ ഇടിയായിത്തീർന്ന് കാണുമായിരിക്കാം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഇത്രമാത്രം ഭയപ്പെട്ടുകൊണ്ട് പറയുന്നത്, ഞാൻ നിങ്ങളോട് പറഞ്ഞ സുവിശേഷത്തിന് വിരുദ്ധമായി ഇത്ര പെട്ടെന്ന് നിങ്ങൾ വേറെ സുവിശേഷത്തെ തിരിയുന്നത് ഓർത്ത് ഞാൻ ആശ്ചര്യപ്പെടുന്നു, അത്ഭുതപ്പെടുന്നുവെന്ന്. കാരണം താൻ പോലും എക്സ്പെക്ട് ചെയ്ത ഒരു കാര്യമല്ല. പിന്നെയോ വളരെ പെട്ടെന്ന് ചില മാറ്റങ്ങൾ കടന്നു വരുവാൻ കാരണമായി തീർന്നു. ദൈവത്തിന്റെ തിരുവചനം പറയുകയാണോ, വിവിധങ്ങളായിരിക്കുന്ന അന്യമായിരിക്കുന്ന ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചുകൊണ്ട് പോകരുത്. നിങ്ങൾ ശ്രദ്ധിച്ചോണം, എബ്രായ വിശ്വാസികളുടെ അവസ്ഥ എന്ന് പറയുന്നത് അത്ര ഭംഗിയായിരിക്കുന്ന അവസ്ഥയല്ല. പിന്നെയോ അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് അവർ വിശ്വാസത്തിൽ തളർന്നിരിക്കുമ്പോൾ, വിശ്വാസത്തെ തളർച്ച സംഭവിച്ചിരിക്കുന്ന സ്ഥാനത്ത് വളരെ ഈസിയാണോ മറ്റു പല കാര്യങ്ങളിലേക്ക് മുൻപോട്ട് കടന്നു പോകുവാൻ. മൂന്നാമത്തെ വിഷയം അവിടെ വളരെ ചിന്തിപ്പിച്ചതായിരിക്കുന്ന മൂന്നാമത് വായിച്ചിട്ട് അതിന് 13-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യം വീണ്ടും ഒരിക്കൽ കൂടെ വായിച്ചാട്ട്, ചാപ്റ്റർ 13 verse number 9. ശ്രദ്ധിക്കുക, വേർഡ് ആചരിച്ച് പോകുന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളാൽ അല്ല, കൃപയാൽ തന്നെ നിങ്ങളുടെ ഹൃദയം ഉറപ്പിക്കുന്നത് നല്ലത് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഇവിടെ വെളിപ്പെടുത്തുന്നത്? ഫോർമാലിസം. ഫോർമലായിരിക്കുന്ന കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് പോകുന്നു. ആചരിച്ച് പോകുന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ വീണ്ടും കടന്നു വരുവാൻ ചാൻസ് ഉള്ള ഒരു വലിയ വീഴ്ചയാണ് ചില റിച്വൽസ്, ചില ആചാരങ്ങൾ, ചില ചിട്ടകൾ, ചില കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാം ഭംഗിയായി പോകുമെന്നുള്ള ചിന്ത, ഫോർമലായിരിക്കുന്ന ഒരവസ്ഥ. ഞാൻ ഇന്ന് പകൽക്കാലം ഈ ഒരു പർട്ടിക്കുലർ വിഷയത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി. ഇന്നങ്ങൾ അരുമനാഥനാകുന്ന യേശു ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ യേശു പറഞ്ഞൊരു വിഷയമുണ്ട്. പഴയ നിയമത്തിൽ ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞൊരു വിഷയമുണ്ട്. യെശയ്യാ പ്രവചനത്തിൽ വീണ്ടും ഒന്ന് കടന്നു വന്നാട്ടെ, 1-ാം അധ്യായം അതിൻ്റെതായിരിക്കും 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്, വേഴ്സ് 4, യെശയ്യാവ് 1:4. അയ്യോ പാപമുള്ള ജാതി, അവർ യഹോവയെ ഉപേക്ഷിച്ചു ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ അവസ്ഥയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. എന്ത് സംഭവിച്ചു? അവരുടെ ആത്മീയത നഷ്ടപ്പെട്ടു.
പക്ഷെങ്കിൽ എന്തവക്കുണ്ടായിരുന്നു? വായിച്ചാട്ടോ അതിന്റെ 13-ാമത്തെ വാക്യം, വേഴ്സ് 12 and 13. നിങ്ങൾ എന്റെ സന്നിധിയിൽ കടന്നു വരേണ്ട പ്രാകാരങ്ങളെ ചവിട്ടുവാൻ ഇത് നിങ്ങളോട് ചോദിച്ചതാ. എന്നിട്ട് ഇനി നിങ്ങൾ വ്യക്തമായുള്ള കാഴ്ച കൊണ്ടുവരരുത്, ധൂപം എനിക്ക് വെറുപ്പാകുന്നു. ദൈവം ആഗ്രഹിച്ച ഒരു കാര്യമാണ് രക്തത്തോടു കൂടെ ദൈവസന്നിധിയിൽ കടന്നു വരണം. ദൈവം ആഗ്രഹിച്ച ഒരു കാര്യമാണ് വൈകിട്ട് ധൂപപീഠം കത്തിക്കൊണ്ടേയിരിക്കണം. ഇതെല്ലാം ദൈവം വെച്ച വ്യവസ്ഥയാണെങ്കിലും ഇപ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ എന്റെ പ്രാകാരത്തിൽ ചവിട്ടുവാൻ വേണ്ടി കടന്നു വരുമ്പോൾ ഇതൊക്കെ നിങ്ങളോട് ആരാണ് ചോദിച്ചത്? വാസ്തവത്തിൽ സ്വർഗ്ഗത്തിലെ ദൈവത്തിന് നിയമമാണ് അവർ ചെയ്യുന്നത്. ദൈവം വെച്ച വ്യവസ്ഥയാണ് അവരുടെ ജീവിതത്തിൽ കൂടെ പ്രാപിക്കുന്നത്. ദൈവത്തിന്റെ പ്രാകാരങ്ങളിലേക്ക് ചവിട്ടുന്നതിന് വേണ്ടി ചവിട്ടുവാൻ സാധിക്കണമെങ്കിൽ അവർ രക്തത്തോടുകൂടെ മാത്രമേ പ്രാകാരങ്ങൾ ചവിട്ടുവാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിന് സുഗന്ധം കൊടുക്കത്തക്കവണ്ണം ധൂപപീഠം കത്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇതെല്ലാം ദൈവം വെച്ച വ്യവസ്ഥയാണെങ്കിലും ഇന്ന് ദൈവം അവരെ നോക്കിക്കൊണ്ട് പറയുക, നിങ്ങളോട് ആര് പറഞ്ഞു ഇതൊക്കെ നിങ്ങൾ കൊണ്ടുവരണമെന്ന്? എന്നിട്ട് ദൈവം പറയുകയാണ്, ഈ ധൂപം എനിക്ക് വെറുപ്പാകുന്നു. അമാവാസ്യ, മറ്റുള്ള കാര്യങ്ങൾ, നേർച്ച, നിങ്ങളുടേതായിരിക്കുന്ന യാഗങ്ങൾ, ഇതെനിക്ക് വെറുപ്പാകുന്നു. എന്തുകൊണ്ട്? സ്വർഗ്ഗത്തിലെ ദൈവം കൽപ്പിച്ചതായിരിക്കുന്ന ഒരു കൽപ്പന അവര് പ്രമാണിക്കുമ്പോൾ ആ കൽപ്പന പ്രമാണിക്കുന്നത് സ്വർഗ്ഗത്തിലെ ദൈവത്തിന് വിരുദ്ധമായി തീരുന്നു. ദൈവത്തിന് വെറുപ്പാകുവാനുള്ള കാരണമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവം വെച്ച വ്യവസ്ഥയാണ് അവർ ചെയ്യുന്നത്. ദൈവം പറഞ്ഞ പോലെയാണ് യാഗം അവർ കഴിക്കുന്നത്. പക്ഷേ ദൈവം പറഞ്ഞ പോലെ യാഗം കഴിക്കുന്ന സമയത്തും ആ യാഗത്തെ നോക്കിക്കൊണ്ട് സ്വർഗ്ഗത്തിലെ ദൈവം പറഞ്ഞു, ഇതെനിക്ക് വെറുപ്പാണെന്ന് പറയുവാനുള്ള കാരണമെന്ന്. അതിന്റെ വാക്യം കാരണമാണോ നമ്മൾ 4-ാമത്തെ വാക്യം വായിച്ചത്? എന്താ വായിക്കുവാൻ കാരണമായി വായിച്ച ഭാഗമെന്ത്? നിങ്ങൾ ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ചു, നിങ്ങൾ യഹോവയെ നിങ്ങൾ നിരസിച്ചു, നിങ്ങൾ പിന്നോട്ട് മാറിക്കളഞ്ഞു, നിങ്ങൾ പിന്നോട്ട് പോയി അവനെ നിങ്ങൾ തള്ളിക്കളഞ്ഞു, ദൈവത്തെ നിങ്ങൾ തള്ളിക്കളഞ്ഞുവെങ്കിൽ തന്നെയും എന്തവർ ചെയ്യുവാൻ ഇടയായിത്തീർന്നു? ചില റിച്വൽസ്, ചില ഫോർമൽ ആക്ടിവിറ്റീസ് അവരുടെ ജീവൻ കൂടെ നിവർത്തിക്കപ്പെടുവാൻ കാരണമായി തീർന്നു. ഇന്ന് ഞാൻ ചിന്തിക്കുവാൻ ഇടയായിത്തീർന്ന ഒരു വിഷയമായത്, ദൈവത്തിന്റെ സന്നിധാനത്തിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവത്തിന്റെ മുൻപിൽ നമ്മൾ നിൽക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി നാം ജീവിക്കുവാനായിട്ട് പൂർണ്ണമായ ഹൃദയത്തോടുകൂടി ആഗ്രഹിച്ചുകൊണ്ട് നിന്ന് കാലങ്ങൾ മുൻപോട്ട് കടന്നുപോയി ഒരു പിന്മാറ്റ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്നിലും നിങ്ങളിൽ കൂടെ കടന്നു വരുന്ന ക്രിയയാണോ ഈ പ്രാരമുള്ള ഫോർമാലിസം എന്ന് പറയുന്നത്? ഫോർമലായിട്ട് പ്രവർത്തിക്കുക. വാസ്തവത്തിൽ എന്തില്ല? അതിനകത്ത് ഉള്ളത്തിൽ ഒന്നുമില്ല. ഉള്ളം വെറും പൊള്ളയ. ദൈവത്തിൽ നിന്ന് അവർ വളരെ ദൂരത്തായിരിക്കുന്നു. ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചിട്ട് ആ വാക്യം വായിക്കുമ്പോൾ 29-ാം അധ്യായം 13-ാമത്തെ യെശയ്യാ ചാപ്റ്റർ 29 വേഴ്സ് നമ്പർ 13. ഈ ജനം അടുത്തു വന്ന് അധരം കൊണ്ടും വാ കൊണ്ടും എന്നെ, ഇതാണ് ദൈവത്തിന്റെ പ്രശ്നം. അവർ ചെയ്യുന്നുണ്ട്, അധരം കൊണ്ട് അവർ ബഹുമാനിക്കുന്നുണ്ട്, അധരം കൊണ്ട് അവർ സ്തോത്രം ചെയ്യുന്നുണ്ട്, അധരം കൊണ്ട് ദൈവത്തേക്ക് അവർ പുകഴ്ത്തുന്നുണ്ട്. പക്ഷേ സ്വർഗ്ഗത്തിലെ ദൈവം അവരെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് അവരുടെ അധരം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുന്നുവെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവരുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് ദൂരത്തായിരിക്കുന്നു. ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ വിഷയമായത്. വാസ്തവത്തിൽ എന്താണ് ഈ ഫോർമാലിസത്തിലേക്ക് നമ്മളെ നടത്തുന്നത്? ചില ചിട്ടകൾ ചെയ്യുവാൻ തക്കവണ്ണം, ന്യായമായി ചില കാര്യങ്ങൾ മാത്രം പ്രവർത്തിക്കുവാൻ തക്കവണ്ണം എന്നെയും നിങ്ങളെ മുൻപോട്ട് നയിക്കുന്നതിന് കാരണമെന്ന് പറയുന്നത് പിന്മാറ്റ ജീവിതമാണോ അതിന്റെ കാരണമായിരിക്കുന്നത്? വാസ്തവത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഞാൻ ദൈവത്തെ എന്റെ ഹൃദയം കൊണ്ട് സ്നേഹിച്ച് എന്റെ വാ കൊണ്ട് ഞാനത് പ്രവർത്തിക്കുന്നുവെങ്കിൽ അതാണ് സ്വർഗ്ഗത്തിലെ ദൈവത്തിന് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നാം ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നുവോ അത് എന്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കടന്നു വരുന്നില്ല എങ്കിൽ അതുകൊണ്ട് സ്വർഗ്ഗത്തിലെ ദൈവത്തിന് യാതൊരു പ്രസാദവും അതിനകത്തുണ്ടാകത്തേയില്ല. അധരം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുന്നു, ഹൃദയമോ ദൈവത്തിൽ നിന്ന് ദൂരത്തായിരിക്കുന്നു. ഈ പ്രത്യയമായിരിക്കുന്ന അവസ്ഥകളിലേക്ക്
കടന്നു വരുമ്പോൾ ഈ ക്രിയയ്ക്ക് എന്ത് പേര് കൊടുക്കുവാൻ സാധിക്കും? ഞാൻ നോക്കിയപ്പോൾ കാണുവാൻ സാധിച്ച ഒരു കാര്യമുണ്ട്. അതിന്റെ 13-ാമത്തെ വാക്യം നമ്മൾ വായിച്ചത്, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരത്തായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇവരാരായി മാറ്റപ്പെട്ടു? ഹിപ്പോക്രൈറ്റായി മാറ്റപ്പെട്ടു. നിങ്ങൾ മനസ്സിലാക്കുന്ന ഫോർമലിസം, അവരുടേതായിരിക്കുന്ന ന്യായമായിരിക്കുന്ന ചില കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട്, പുറമേ കാണുന്ന ചില ക്രിയകൾ മാത്രം ചെയ്തുകൊണ്ട് മുൻപോട്ട് കടന്നു പോകുന്നതായിരിക്കുന്ന അവസ്ഥ അവരുടെ ജീവിതത്തിൽ അവരെ എന്തിലേക്ക് നയിച്ചു? കപട ഭക്തിയിലേക്ക് അവരെ നയിക്കുവാനായിട്ട് കാരണമായി തീർന്നു. സംഭവിക്കുന്ന ഒരു വലിയ വീഴ്ചയാ. കാരണം എന്നാണെന്നറിയാമോ? ദൈവത്തിന്റെ മക്കളെന്ന് പേര് വിളിക്കപ്പെട്ടു, വേദപുസ്തകം എടുത്തുകൊണ്ട് ഇറങ്ങി ദൈവത്തിന്റെ മക്കളായിട്ട് വെളിപ്പെടുവാൻ കാരണമായി തീർന്നു. ഇനി ഒരിക്കലും അതിനകത്ത് മാറ്റപ്പെടുവാൻ സാധിക്കാത്തത് കൊണ്ട് ഈവൻ ദോ അതിന് പിന്മാറ്റത്തിന്റെ അനുഭവത്തിന് ഉണ്ടെങ്കിലും മുഖത്തൊരു മൂടുപടം ഇട്ടുകൊണ്ട് ദൈവത്തിന്റെ മക്കളായിട്ട് അഭിനയിക്കുക ചെയ്യുന്നത്. ഇതാണ് പരീശന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ഇതാണ് ശാസ്ത്രിമാരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ഇതാണ് അവരുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം. അതാണ് ഇന്ന് രാത്രി ദൈവത്തിന്റെ തിരുവചനം കേൾക്കുമ്പോൾ ഞാനും നിങ്ങളും ഓർക്കേണ്ടതും ഞാനും നിങ്ങളും ഒരുമിച്ച് ശോധന ചെയ്യേണ്ടതുമായിരിക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. എന്റെ നാവിൽ കൂടെ കടന്നു വരുന്ന വാക്കുകളും എന്റെ ഹൃദയത്തിന്റെ ചിന്തകളും ഒന്നായിരിക്കുന്നു എന്നുള്ളത് ചിന്തിക്കണം. അതാണ് നാം ഇന്ന് ശോധന ചെയ്യേണ്ടത്. അതാണ് നമ്മൾ തന്നെ മനസ്സിലാക്കേണ്ടത്. ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ പറയുമ്പോൾ എന്റെ ഉള്ളത്തിൽ കൂടെ എത്രമാത്രം ദൈവത്തെ സ്നേഹിക്കുന്നുവെന്നുള്ളത്, എന്റെ ഹൃദയത്തിൽ എത്രമാത്രം സ്നേഹം ദൈവത്തോട് ഉണ്ട് എന്നുള്ളത് വെളിപ്പെടുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്റെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള സ്നേഹമില്ലാതെ പുറമെ ഏതെല്ലാം ക്രിയകൾ ചെയ്താലും അതുകൊണ്ട് യാതൊരു ഗുണമില്ല. സ്വർഗത്തിലെ ദൈവം അവരെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്, ദൈവം അവരെ കൊണ്ടുവരുന്ന യാഗത്തെ കുറിച്ച് ദൈവം നോക്കിയിട്ട് പറയുന്നത്, നിങ്ങളുടെ യാഗം നിങ്ങൾ കൊണ്ടുവരുവാൻ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞുവോ? ആരെങ്കിലും നിങ്ങളോട് ആജ്ഞാപിച്ചുവോ? ഇതെനിക്ക് വേണ്ട, രക്തം എനിക്ക് വേണ്ട, നിങ്ങളുടേതായിരിക്കുന്ന വിശുദ്ധ സഭായോഗം നിങ്ങൾ വിളിച്ചു കൂട്ടുന്നത് എനിക്ക് അറപ്പാകുന്നു, എനിക്കതിനകത്ത് ഒട്ടും ഇഷ്ടമില്ല. ശ്രദ്ധിച്ചോണേ, സ്വർഗത്തിലെ ദൈവത്തിന് മുൻപിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും ഈ യാഗങ്ങൾ. എൻ്റെ കൈകൾ വിശുദ്ധ മന്ദിരത്തിലേക്ക് ഞാൻ മലർത്തുമ്പോൾ, ഞാൻ ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടി എൻ്റെ കരങ്ങൾ ഞാൻ ഉയർത്തുമ്പോൾ, എൻ്റെ ഹൃദയം എത്രത്തോളം അതിനോട് ചേർന്നിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവത്തെ സ്തുതിക്കുന്നതിനകത്ത് ഹൃദയം ചേരുന്നില്ല എങ്കിൽ ആ സ്തുതികളിൽ ദൈവത്തിന് യാതൊരു പ്രസാദമില്ല. അത് വെറും കപടഭക്തി. ഇതിന്റെ പ്രത്യേകത എന്തായിരിക്കും ഇത് വെളിപ്പെടുത്തുന്നത്? വായിച്ചാട്ട മത്തായി 23:23, മാത്യു ചാപ്റ്റർ 23 വേഴ്സ് 23. എന്താ അവരുടെ പ്രത്യേകത? They give priority to unimportant things. വിലയില്ലാത്ത കാര്യങ്ങൾക്ക് അവർ വില കൊടുക്കുന്നു. അതാ അവരുടെ പ്രത്യേകത. വിലയില്ലാത്ത കാര്യങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാക്കണം. അവരവിടെ പറഞ്ഞതായിരിക്കുന്ന ആദ്യത്തെ പ്രവൃത്തി അരുമനാഥനാകുന്ന യേശു തന്നെ സമ്മതിച്ച ഒരു കാര്യമാണ്. നിങ്ങൾ തുളസി, ചതകുപ്പ എന്നിവയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? പതാരം കൊടുക്കുന്നു. യു ഗീവ് ടൈറ്റ്സ്. കർത്താവായ യേശു ക്രിസ്തു നിരാകരിച്ചില്ല. അവർ ദശാംശം കൊടുക്കുന്നുവെന്ന് തന്നെയാ യേശു പറഞ്ഞത്. പക്ഷെങ്കിൽ അവർ ഇതിന് ദശാംശം കൊടുക്കുമ്പോൾ ന്യായപ്രമാണത്തിൽ വിലപ്പെട്ടമായിരിക്കുന്ന പല കാര്യങ്ങളും അവർ തിരിച്ചു കളയുവാനായിട്ട് കാരണമായി തീർന്നു. ഇതാണ് അവരുടെ രണ്ടാമത്തെ പ്രശ്നം. ഞാൻ ഒന്ന് പറഞ്ഞു, ഈ സംഭവം വെളിപ്പെടുന്നത് എങ്ങനെയെന്ന് വെച്ചുമ്പോൾ അവരുടെ പിന്മാറ്റ ജീവിതമാണ് അവരെ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. പിന്മാറ്റത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നു. അല്ലാത്തവരുടെ ജീവിതത്തിൽ കൂടെ അല്ല ഇത് വെളിപ്പെടുത്തുന്നത്. പിന്മാറ്റത്തിന്റെ അനുഭവമാണ് ഇവരെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷെ ഇവരെ രണ്ടാമത് ആ പിന്മാറ്റത്തിന്റെ അവസ്ഥ എന്തിലേക്ക് അവരെ നയിക്കുന്നത്? അവരെ ഒരു കപടഭക്തരായിട്ട് വെളിപ്പെടുവാനായിട്ട് കാരണമായി തീർന്നു. ഇവരുടെ കപടഭക്തി എന്നുള്ളത് എങ്ങനെയാ വെളിപ്പെടുന്നത്? ന്യായമായിരിക്കുന്ന കാര്യങ്ങൾ, വിലയുള്ള കാര്യങ്ങളിൽ വില കൊടുക്കാതെ വിലയില്ലാത്ത കാര്യങ്ങൾക്ക് വില കൊടുക്കുന്നതായിട്ട് മനസ്സിലാക്കാം. വിലയില്ലാത്ത കാര്യങ്ങൾക്ക് വില കൊടുക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്ന അതല്ല, വിലയുള്ള കാര്യങ്ങൾക്ക് വില കൊടുക്കുക എന്നുള്ളത്. ദൈവത്തിന്റെ വചനം ഒരിക്കലും മാറ്റപ്പെടുവാൻ സാധ്യമല്ല. ദൈവത്തിന്റെ മക്കൾ കൂടെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അവർ വില കൊടുക്കേണ്ടത് എന്തിന്? വിലയുണ്ട്.
അത് മനസ്സിലാക്കി വില കൊടുക്കണം. നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടുത്തെ വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചോണേ. അവിടെ പറയുന്നു, നിങ്ങൾക്ക് ആചരിച്ച് പോകുന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളാൽ അല്ല. അപ്പോൾ ഭോജനത്തിന്റെ നിയമങ്ങൾ, ഭക്ഷിക്കുന്നൊരു നിയമം വെച്ചിട്ടുണ്ട്. ആ നിയമമാണ് ഇവർ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിയമമാണ് ഇവർ മുറുകെ പിടിച്ചു വെച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ ദാസൻ പറയുന്നൊരു കാര്യമാണ്, ഇതിനകത്തല്ല കാര്യമുള്ളത്. നിങ്ങൾ ഭക്ഷിക്കുന്നത് അല്ല പ്രശ്നമായിരിക്കുന്നത്, നിങ്ങൾ എന്ത് ഭക്ഷിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നമായിരിക്കുന്നത്. അതിനേക്കാൾ വിലപ്പെട്ടത് ചിലതുണ്ട്. എന്താ ഇവിടെ സംഭവിക്കുന്നവരുടെ ജീവിതത്തിൽ? വിലയുള്ളതിനെ വിലയില്ലാത്തതായി കാണുകയും വിലയില്ലാത്തതിനെ വില ഉള്ളതായിട്ട് കാണുകയും ചെയ്തു. ഇവിടാണ് വളരെ പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇവരുടെ ജീവിതത്തിന്റെ നെക്സ്റ്റ് പ്രശ്നം എന്താ? 2 തിമോത്തിയോസ് 3-5 വാക്യം, 2 തിമോത്തി ചാപ്റ്റർ 3:5. എന്താ ഇവരുടെ പ്രത്യേകത? അവർ ഭോഗപ്രിയരാണ്. കഴിക്കുന്നതിനകത്ത് സന്തോഷം. പക്ഷെ എന്ത് സംഭവിക്കുന്നു? അവർ ഭക്തിയുടെ വേഷം ധരിക്കുന്നു. വേഷമുണ്ട്, പക്ഷെ എന്തോ ഇല്ല. അതിന്റെ ശക്തി അവർ ത്യജിക്കുക. ഭക്തിയുടെ ശക്തി അവർ ത്യജിക്കുക. ആ ശക്തിയെക്കുറിച്ച് അവർക്ക് ബോധ്യമില്ല. ഭക്തിയെക്കുറിച്ച്, ആ ശക്തിയെക്കുറിച്ച് അവർക്ക് ചിന്തയില്ല. അതല്ല അവരുടെ മുൻപിലെ പ്രശ്നമായിരിക്കുന്നത്. അവരുടെ മുൻപിലെ പ്രശ്നം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഒരു ജീവിതമാണോ അവർ നയിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ കൂട്ടരെ കുറിച്ച് ആചരിച്ച് പോകുന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളല്ല. ദൈവത്തിന്റെ ദാസൻ എബ്രായ വിശ്വാസികളോട് മുന്നറിയിപ്പ് കൊടുക്കുന്നതാണ് നമ്മുടെ മുൻപിലെ വിഷയം. ഈ മുന്നറിയിപ്പ് കൊടുക്കുന്നത് 2 കാര്യങ്ങളാണ് സൂക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ദാസൻ പറഞ്ഞത്. ഒന്ന്, ഞാൻ പറയുകയുണ്ടായി, വിവിധങ്ങളായിരിക്കുന്ന ഉപദേശങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കടന്നു വരും. അന്യമായിരിക്കുന്ന ഉപദേശങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കടന്നു വരും. 3, ചില ചിട്ടകൾ, ഇങ്ങനെ നടക്കണം അല്ലെങ്കിൽ അങ്ങനെ നടക്കണം എന്നുള്ളതായിരിക്കുന്ന വില കുറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ കടന്നു വരും. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ എന്തിനു വേണ്ടിയാണ് നിങ്ങളെ സഹായിക്കുന്നത്? എന്താണ് നിങ്ങളെ സഹായിക്കുന്നത്? പ്രധാനമായിട്ട് ഇത് ചെയ്യുന്നതായിരിക്കുന്ന 3 കാര്യങ്ങൾ. ഒന്നാമത്തെ പ്രത്യേകത വായിച്ചാട്ട്, വീണ്ടും ഒരിക്കൽ കൂടെ അതേ വാക്യം ഒന്ന് വായിച്ചാട്ട്. 13-ാം അധ്യായത്തിന് 9-ാമത്തെ വാക്യം. ആരും നിങ്ങളെ വലിച്ചുകൊണ്ട് പോകരുത്. അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞത് ഇറ്റ്സ് ഇസ് ഡിസ്ട്രാക്ടിങ് നേച്ചർ. നോട്ട് ചെയ്താട്ട്, ഈ കാര്യങ്ങൾ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നതാ, നമ്മെ വലിച്ചുകൊണ്ട് പോകുന്നതാ. നമ്മൾ പോലും അറിയാതെ വലിച്ചുകൊണ്ട് പോകുന്നു. നമ്മളത് അറിയുന്നില്ല, നമ്മളത് മനസ്സിലാക്കുന്നില്ല, നമ്മൾ പോലും അത് ഗ്രഹിക്കുന്നില്ല. നമ്മൾ പോലും അറിയാതെ നമ്മെ വലിച്ചുകൊണ്ട് കടന്നു പോകുക. ഞാൻ ഈ വലിച്ചുകൊണ്ട് പോകുന്നുവെന്ന് പറയുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം. എന്താണ് ദൈവത്തിന്റെ ദാസൻ അവിടെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്ന ഭാഗം 2 Corinthians chapter 11 verse number 2. 2 Corinthians 11-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് എന്നാൽ, അണ്ടർലൈൻ, നിങ്ങൾ ആ വേഴ്സ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പഠിക്കേണ്ട, ഈ കുത്തിയിരുന്ന് പഠിക്കേണ്ട വേർഡാ അത്. എന്നാൽ വായിച്ചാട്ടെ, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ്, അണ്ടർലൈൻ ദാറ്റ് പോർഷൻ, നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത, നിർമ്മലത വിട്ട് വഷളായി പോകുമോ? സർപ്പം ഹവ്വായെ ചതിച്ചതുപോലെ. നിങ്ങൾക്കറിയാം അതിന്റെ പരിണിത ഫലം. നമ്മളൂടെ വല്ലപ്പോഴും ഇത് പറയാറുണ്ട്, ഈ ഹവ്വ അത് ചെയ്തില്ലായിരുന്നു നമുക്ക് ഇത്രയും കഷ്ടപ്പെടണ്ടായിരുന്നെന്ന്. ഈ പറയുന്ന നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ ചാൻസ് ഉള്ളതായിരിക്കുന്ന ഒരു ഭയപ്പെടേണ്ട ഒരു വിഷയമാണ് പൗലോസ് പറയുന്നത്. എന്തുവാ പറയുന്നത്? സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചു. അപ്പോൾ സർപ്പമാണ് ചതിച്ചത്, ചതിക്കുകയായിരുന്നു സംഭവിച്ചത് എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ മനസ്സിനെ കൊണ്ട് ചതിക്കുവാനായി സാധിക്കും. എങ്ങനെയാ ചതിക്കുന്നേ? നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത, ദ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട സമയത്ത് ദൈവത്തോടുള്ള എന്റെ സ്നേഹം, ദൈവത്തോടുള്ള എന്റെ ബന്ധം, ദൈവമേ എന്ന് ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്ക് ലഭിക്കുന്നതായിരിക്കുന്ന ഒരു ബോധ്യം, ഞാൻ വിളിക്കുന്നത് ദൈവത്തെ ആണെന്നുള്ള തോന്നൽ,
എൻ്റെ ഉള്ളിൽ ലഭിക്കുമ്പോൾ ഇന്ന് ആ ഏകാഗ്രത നഷ്ടപ്പെടുത്തുന്ന മറ്റെന്തെങ്കിലുമാകുന്നുവെങ്കിൽ അവിടെയാണ് വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തെ ചിന്തിക്കേണ്ട സ്ഥാനത്ത് ദൈവത്തെ ചിന്തിക്കുന്നതിന് പകരമായിട്ട് മറ്റേതെങ്കിലും കാര്യമാണ് ചിന്തിക്കുന്നത് എങ്കിൽ എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വലിയ വിഷയമാണ് ഏകാഗ്രത പോയെന്നുള്ളത്. കഴിഞ്ഞ ദിവസം ചില നാളുകൾക്ക് മുമ്പ് ഞാൻ അവരുടെ താഴ്വതപ്പോൾ ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, എല്ലാം നല്ലതാ, പക്ഷെങ്കിൽ പലപ്പോഴും ഞാൻ ആരാധനയിൽ കടന്നു വന്ന് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ വഴക്കാ, പ്രശ്നങ്ങളാ. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? രണ്ടുപേരും ദൈവമക്കളാ. അവർ പറഞ്ഞ വിഷയം ഇതാണ്, ആ സഭയിലെ ചില പ്രശ്നങ്ങൾ അവർ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴും ഇതാ സംസാരിക്കുന്നേ. ഫൈനലി പ്രാർത്ഥനയില്ല, ഒന്നുമില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, ആരെടുത്തോണ്ട് പോയി? അത് എന്താ എടുത്തോണ്ട് പോയത്? ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുള്ള പല കാര്യങ്ങൾ, ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങൾ, ദൈവത്തോളം ഇത് ഏകാഗ്രത നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നുള്ളതാ പ്രാധാന്യം. നിങ്ങൾ ശ്രദ്ധിക്കണം, പലപ്പോഴും ലോകത്തിൻ്റെതായിരിക്കുന്ന പാപപങ്കുലമായിരിക്കുന്ന കാര്യങ്ങളായിരിക്കത്തില്ല എന്റെയും നിങ്ങളുടെ ഏകാഗ്രത നഷ്ടപ്പെടുത്തി കളയുന്നത്. ദൈവവുമായിരിക്കുന്ന ബന്ധത്തിലുള്ള ചില കാര്യങ്ങളായിരിക്കും ഞാനും നിങ്ങൾ കൊണ്ട് അവിടെ കൊണ്ട് എന്നെ കൊണ്ട് നിർത്തിവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, അടുത്ത ലെവലിലേക്ക് എനിക്ക് മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല. ഇവിടെ ഞാൻ കെട്ടപ്പെട്ടിരിക്കുക, ഇവിടെ ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുക, അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ നോക്കുന്നത് ആ ഭാഗമാണ്, ഞാൻ കാണുന്നത് ആ ഭാഗമാണ്, ഞാൻ സംസാരിക്കുന്നത് അത് ഭാഗമാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു, അടുത്ത ലെവലിലേക്ക് എനിക്കൊന്ന് ഉയരാനായിട്ട് സാധിക്കുന്നില്ല. എൻ്റെ മൈൻഡ് ഒരു നിമിഷം വിട്ടുകളഞ്ഞാൽ എൻ്റെ ചിന്ത അവിടേക്കാ. ഒരു പക്ഷേ നമ്മുടെ ചിന്ത കടന്നു പോകുന്നത് ഭൗതികമായിരിക്കുന്ന വിഷയങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ ആത്മീയ വിഷയങ്ങൾ തന്നെയായിരിക്കാം. പക്ഷെ ഒന്ന് മനസ്സിലാക്കോണേ, എന്റെയും നിങ്ങളുടെയും ഏകാഗ്രത അത് നഷ്ടപ്പെടുത്തുവാൻ ഒരിക്കലും ഒരു വിഷയത്തിനും അലവ് ചെയ്യരുത്. അങ്ങനെ ഞാൻ അലവ് ചെയ്യുന്നു എങ്കിൽ അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ നമ്മൾ പറഞ്ഞാൽ ഭയപ്പെടേണ്ട ഒരു വിഷയമാണ്. എന്റെ ഏകാഗ്രത വിട്ടുപോയെങ്കിൽ, കഴിഞ്ഞ നാളുകൾ ഞാൻ മുട്ടുകളെ മടക്കി സ്വർഗത്തിലെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് എന്റെ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രസൻസ് എന്റെ അടുക്കലേക്ക് കടന്നു വരുമെങ്കിൽ, ഇന്ന് ആ ഒരവസ്ഥ ഇല്ല എങ്കിൽ അതിന്റെ കാരണമെന്ന് പറയുന്നത് അന്നത്തെ കോൺസെൻട്രേഷനിൽ ഇന്ന് എനിക്കില്ല എന്നുള്ളതാ. ആ കോൺസെൻട്രേഷൻ എനിക്കില്ല എങ്കിൽ ദൈവത്തിന്റെ ദാസന്റെ ഭാഷയിൽ നോക്കിയാൽ അത് ഭയപ്പെടേണ്ട വിഷയമാണ്. കാരണം ഇറ്റ് ക്യാൻ ലീഡ് യു ഇൻടു ദി അതർ ലോവർ ലെവൽ. അത് നിങ്ങളെ അടുത്ത ലെവലിലേക്കാണ് നിങ്ങളെ വിട്ടുമാറ്റുന്നത്. എന്താ അവിടെ പറയുന്നത്? ഇതോടുകൂടെ സംഭവിക്കുന്നത് ക്രിസ്തുവിനുള്ള ഏകാഗ്രത വിട്ടുമാറി. ഇന്ന് രാത്രി ദൈവത്തിന്റെ തിരുവചനത്തെ കേൾപ്പിക്കുമ്പോൾ ഞാൻ ഓർപ്പിക്കട്ടെ, ലോകത്തിൽ ഏത് വിഷയങ്ങളോ ആത്മീയത്തിൽ ഏത് വിഷയങ്ങളോ ഞാനും നിങ്ങളും ക്രിസ്തുവിനോടുള്ള എന്റേതായിരിക്കുന്ന ഏകാഗ്രത നഷ്ടപ്പെടുത്തി കളയുവാൻ ഒരു ദുഷ്ടശക്തിയെയും കൊണ്ടുവന്ന് അലവ് ചെയ്യരുത്. ആ ദുഷ്ടശക്തി കടന്നു വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളുടെ ദർശനമാണ് നഷ്ടപ്പെടുവാൻ പോകുന്നത്. അത് എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും? പെട്ടെന്ന് മനസ്സിലാക്കാം. പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴും ഇത് തന്നെ ചിന്ത, ദൈവികമായിരിക്കുന്ന വിഷയങ്ങൾ ഇതാ ചിന്ത. കാരണം എന്റെ മൈൻഡ് മാറ്റപ്പെട്ടു, എന്റെ ഏകാഗ്രത വിട്ടുമാറ്റപ്പെട്ട മറ്റെന്തിനോ ആണ് ഞാൻ ശ്രദ്ധിക്കുവാൻ കാരണമായി തീർന്നത്, മറ്റെന്തോ ആണ് ഞാൻ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുന്നത്, മറ്റെന്തോ ആണ് എന്നെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ദൈവമക്കൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന്റെ ദാസനി ഭാരപ്പായി നിങ്ങളെ വലിച്ചു കൊണ്ടുപോകും. ഏതാ? തെറ്റായിരിക്കുന്ന ഡോക്ട്രിൻ, സ്ട്രേഞ്ച് ഡോക്ട്രിൻ. അത് മാത്രമല്ല ഫോർമൽ ലൈഫ്. ഇത് നിങ്ങളെ വലിച്ചുകൊണ്ട് പോകും. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിങ്ങളെ വലിച്ചുകൊണ്ട് പോകും. എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? എവിടെയെങ്കിലും കൊണ്ട് നശിപ്പിക്കുക ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ബിവേർ. ഒരു കാരണവശാലും മറ്റൊന്നിനും ഞാനും ദൈവമായിരിക്കുന്ന ബന്ധത്തിന്റെ ഇടയിൽ നിൽക്കുവാൻ ഒരു കാര്യത്തെ പോലും അലവ് ചെയ്യരുത്. ഒരു കാര്യത്തെ പോലും അലവ് ചെയ്യരുത്. ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയായിരുന്നു, ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ ഒത്തിരി നാട്ടില് കണ്ട് കേട്ട് വന്നു. ആയ സമയത്ത് ഞാൻ ഓക്കെയായിരുന്നു.
എന്റെ ചിന്ത പോകേണ്ടത് എവിടെയാണ് നിൽക്കേണ്ടത്? എൻ്റെ യേശുവിൽ മാത്രം. സഭ ആരുടേതാ? കർത്താവിൻ്റെ. കർത്താവ് നടത്തട്ടെ. കർത്താവിനേക്കാൾ വലിയ ഭാരം നമ്മളെടുത്ത് തലവഹിക്കേണ്ട ഒരാവശ്യവുമില്ല. ഇറ്റ് ഈസ് ഹിസ് റെസ്പോൺസിബിലിറ്റി. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഇതൊക്കെ നിന്റെ കാര്യമാണ്. ദൈവദാസനോട് ഞാൻ പറഞ്ഞു, ഇത് നിങ്ങളുടെ ഭാരത്തെക്കാൾ ഉപരിയെ ദൈവത്തിന്റെ ഭാരമായത്. ലെറ്റും ദൈവം ആ ഭാരം വഹിക്കട്ടെ. കാരണം വെറുതെ നിങ്ങളുടെ ചിന്ത കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ട് സ്റ്റക്ക് ചെയ്യരുത്. അതുകൊണ്ട് എന്തുവാ സംഭവിക്കുന്നേ? ആ വ്യക്തിയുടെ ആത്മജീവിതം നശിച്ചു പോകുക, ആ വ്യക്തിയുടെ ആത്മജീവിതം ഇല്ലാതാകുക. ഇത് സ്ലോലി സംഭവിച്ചുകൊണ്ട് നമ്മളെ കൊണ്ട് വെക്കുന്നത്. ഈ ലോകത്തിൽ നമ്മൾ കാണുമ്പോൾ പലയിടങ്ങളിലും ചില പർട്ടിക്കുലർ നിയമങ്ങൾ വെച്ചുകൊണ്ട് ആ നിയമത്തിൽ നിൽക്കുന്നവരെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ ചിന്ത മുഴുവൻ ആ ഒരു പർട്ടിക്കുലർ ഭാഗത്ത് പോയിന്റ് ചെയ്ത് വെച്ചിരിക്കുക. എന്ത് വന്നാലും അതിനെ നിൽക്കും എന്ന് പറഞ്ഞാൽ എന്താ പറ്റി? അതിനപ്പുറത്തോട്ടുള്ള ഒരു ആത്മീയ ജീവിതത്തിൽ ലൈഫിനെ കുറിച്ച് ബോധ്യം പോലുമില്ലാതെ അവരെ അവിടെ ബന്ധിച്ച് നിർത്തിയിരിക്കുക. ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കുക. എത്രത്തോളം വിശദമാക്കുവാൻ സാധിച്ചുവെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളും ദൈവമായിരിക്കുന്ന ബന്ധത്തിൽ നിന്നാ നിങ്ങളുടെ അതിൻ്റെ നടുവിൽ നിൽക്കുവാൻ ഒരു കാര്യത്തിൽ പോലും അനുവദിച്ചു കൊടുക്കരുത്. നിങ്ങളും ദൈവമായിരിക്കുന്ന ബന്ധത്തിൽ, ദൈവമായിരിക്കുന്ന വിഷയത്തിൽ അതിന്റെ നടുവിൽ ഒരു കാര്യം പോലും കടന്നു വരുവാൻ ഇടയാകരുത്. ദൈവത്തിന്റെ അടുക്കിലേക്ക് പൂർണ്ണമായിരിക്കുന്ന ശ്രദ്ധയോടുകൂടെ, പൂർണ്ണമായിരിക്കുന്ന കോൺസെൻട്രേഷനോടുകൂടെ കടന്നു പോകുവാൻ ഇടയായി തീരണം. ഇല്ല എങ്കിൽ സംഭവിക്കുന്ന മറ്റാരുടെയും ലൈഫ് നശിക്കുകയല്ല, നമ്മുടെ ലൈഫാണ് നശിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, കൊച്ചൊരു പ്രശ്നം, ഒരു കൊച്ചു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പ് മുഴുവൻ എന്ത് മാത്രമേ ഉള്ളൂ? പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും ആ പ്രശ്നം, അങ്ങോട്ട് നോക്കിയാൽ ഈ പ്രശ്നം, ഇങ്ങോട്ട് നോക്കിയാൽ. എന്താ വാസ്തവത്തിൽ സംഭവിച്ചത്? കഴിഞ്ഞ നാളുകളിൽ ഇതിന് സംഭവിക്കുന്നതിന് മുമ്പ് മുട്ടുകളെ മടക്കി ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുവാൻ സാധ്യമായി തീർന്നു. പക്ഷെ ഇപ്പോൾ എന്തായി തീർന്നു? ആ പ്രാർത്ഥന എന്ന് പറയുന്നത് വെറും ഒരു ജഡത്തിന്റെ ജൽപ്പനമായി മാറ്റപ്പെട്ടു. എന്താ കാരണം? മറ്റെന്തോ വന്ന് ഇടയ്ക്ക് കയറി. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഭയപ്പെടേണ്ട ഒരു വിഷയം. ദൈവത്തിന്റെ ദാസനെ പറയുന്നു, സർപ്പം ഹവായി ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് വഷളായി പോകുവാൻ ഇടയാകരുത്. ലോകത്തിൽ ഒന്നും നേടിയില്ല എങ്കിലും, ലോകത്തിലൊന്നും ലഭിച്ചിട്ടില്ല എങ്കിലും, ഒരു വലിയ ശുശ്രൂഷ ചെയ്തിട്ടില്ല എങ്കിലും ഒരു കാര്യം ആഗ്രഹിക്കുക, എൻ്റെ ദൈവത്തോടുള്ള നിർമ്മലത, എൻ്റെ ദൈവത്തോടുള്ള ഏകാഗ്രത വിട്ട് ഒരിക്കലും മാറ്റപ്പെടുവാൻ എന്നെ ദൈവം ഇടയാക്കരുതേ. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നുവെങ്കിൽ മറ്റൊന്നിനും ഇടം കൊടുക്കാതെ അതിൻ്റെ ലെവലിലിട്ടേച്ച് നമുക്ക് മുൻപോട്ട് കടന്നു പോകാൻ സാധിക്കുമെങ്കിൽ അവിടെ മാത്രമേ ക്രിസ്തീയ ജീവിതം വിജയിക്കത്തുള്ളൂ. ദൈവത്തിന്റെ ദാസൻ ഇപ്രകാരം അഭിപ്രായ വിശ്വാസികളോട് പറയുക, നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ ചാൻസ് ഉണ്ട്, നിങ്ങളെ വലിച്ചു കൊണ്ടുപോകുവാൻ സാധിക്കും. രണ്ടാമത്, ഇതെന്താ ഇവിടുത്തെ പ്രശ്നം? രണ്ടാമത്തെ ഇതിന്റെ നേച്ചർ എന്ന് പറയുന്നത്, they were low as to their subject. അതിന്റെ വിഷയം പോലെ തന്നെ അത് വളരെ താഴ്ന്ന കാര്യമാ, വിലയുള്ള കാര്യമല്ല. കൊലോസ്യർക്ക് ലേഖനം 2-ാം അധ്യായം 22-23 വാക്യം. കൊലോസിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് നമ്പർ 22 and 23. 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ, 20 മുതൽ. ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മനുഷ്യ കൽപ്പനകൾക്ക് ദൈവമക്കൾക്ക് ജീവിക്കുവാൻ ദൈവം ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ആ പാറ്റേൺ വിട്ട് മാറ്റപ്പെടുവാൻ ഒരു വ്യക്തിക്കും സാധ്യമല്ല. ആ പാറ്റേണിനകത്ത് നിൽക്കുന്നവർ പിന്നീടുള്ള സബ് കാര്യങ്ങളെ കുറിച്ച് അവിടെ പറയുന്നത്, പിടിക്കരുത്, തുടരുത്, രുചിക്കരുത്. പഴയ നിയമത്തിൽ പല മൃഗങ്ങളെ ഭക്ഷിക്കുവാൻ സാധ്യമല്ല. പുതിയ നിയമത്തിൽ ആ മൃഗത്തെ ഭക്ഷിച്ചാൽ അത് വലിയ പാപമെന്ന് ചൂണ്ടിക്കാണിക്കുന്നുവെങ്കിൽ അതല്ല വിഷയം. എന്താ അവിടെ സംഭവിക്കുന്നത്? ആ സബ്ജക്റ്റ് പോലെ തന്നെ അത് വളരെ ലോ ആയിത്തീരുക, ഒരു താഴ്ന്ന അവസ്ഥയിലേക്ക് കടന്നു വരിക, അധപ്പതിച്ച ഒരവസ്ഥയിലേക്ക് കടന്നു വരിക.
കഴിഞ്ഞ ചില ദിവസങ്ങൾ, കഴിഞ്ഞ പ്രാവശ്യം റോമൻസ് ഞാൻ ഇവിടെ പഠിപ്പിച്ച സമയത്ത് എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ ദാസന് പ്രകാരം പറയുന്നു, ഭാവിക്കേണ്ടത് മീതെ ഭാവിച്ചുയരുവാൻ ഇടയാകാതെ ഓരോരുത്തരും ദൈവം തന്ന കൃപയ്ക്ക് അനുസൃതമായിട്ട് ഭാവിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നു. നിങ്ങൾ കൃപയിൽ വർദ്ധിച്ചു വരുവേൻ. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന ഒരു വിഷയമാണ്, കൃപയിൽ വളർന്നു വരുവാൻ സാധിക്കാതെ കൃപയിൽ തളർന്നു പോകുന്നതായിരിക്കുന്ന കാര്യം. എന്താ അതിന് കാരണമായി തീർന്നത്? അതിന് കാരണമായി തീർന്നത് മറ്റൊന്നും ആയിരുന്നില്ല. അവരുടെ ജീവിതത്തില് വാല്യൂ ഇല്ലാത്ത കാര്യങ്ങൾക്ക് അവർ വാല്യൂ കൊടുത്തുകൊണ്ട് മുൻപോട്ട് കടന്നു പോയി. ഇന്ന് ശ്രദ്ധിക്ക്, അതല്ലേ ഇന്നത്തെ ലോകത്തിലെ അവസ്ഥ? ഇന്നും ആഗ്രഹിക്കുന്നതെങ്കിൽ എന്താ ഇന്ന് ലോകത്തിൽ നമ്മൾ കാണുന്നതായിരിക്കുന്ന മാനുഷികമായിരിക്കുന്ന ഒരു നിയമമുണ്ട്. അല്ലെങ്കിൽ ലോകത്തിൽ പ്രത്യേകിച്ച് മലയാളി ദൈവമക്കള് ഒരു ദൈവബദൽ ഇന്നതാകണം, ഇന്ന രീതിയിൽ ആയിരിക്കണമെന്ന് ചിന്തിക്കുന്ന ഈ കാര്യങ്ങളുണ്ട്. വാസ്തവത്തിൽ ഇതാണോ വളരെ പ്രാധാന്യമായിരിക്കുന്നത്? ദൈവമക്കൾ ജീവിക്കേണ്ട പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ വിട്ട് മാറണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, മറ്റുള്ള കൊച്ചു കാര്യങ്ങൾ പോയി ബന്ധിക്കുവാൻ ഇടയാകരുത്. അതിനല്ല വാല്യൂ കൊടുക്കുവാൻ ഇടയായിത്തീരേണ്ടത്, അതിനല്ല വില കൊടുക്കുവാൻ ഇടയായിത്തീരേണ്ടത്. ദൈവത്തിന്റെ തിരുവചന പ്രകാരം പറയുന്നു, അത് എന്താണ്? അത് സബ്ജക്റ്റ് പോലെ തന്നെ വളരെ ലോയാണ്. അതിന്റെ വിഷയം പോലെ തന്നെ വളരെ താഴ്ന്നതാ. അതിന് വലിയ കഴമ്പൊന്നുമില്ല. ഇന്ന് മനുഷ്യൻ പിന്നോട്ട് കടന്നു പോകുന്നത് വിലയില്ലാത്തതിനെ മുറുകെ പിടിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത്. വിലയുള്ളതിനെ വിട്ടുകളയുക. ദൈവത്തിന്റെ ദാസന് പ്രകാരം പറയുന്നു, ആചരിച്ച് പോകുന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളാൽ അല്ല, കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്ന നല്ലത്. അപ്പോൾ എന്താ വേണ്ടത്? കൃപയിലാ ഹൃദയം ഉറപ്പിക്കേണ്ടത്. കൃപയാണ് എന്റെ ജീവിതത്തിന്റെ പ്രാധാന്യമായിരിക്കേണ്ടത്. അതിനാണ് വിലയുള്ളത്. ഭോജന നിയമത്തിനല്ല പ്രാധാന്യമുള്ളത്. എന്ത് തിന്നുന്നു എന്നുള്ളതല്ല പ്രാധാന്യമുള്ളത്. ദൈവത്തിന് കൃപയിലാണ് പ്രാധാന്യമുള്ളത്. ഞാൻ അടിത്തറയിട്ട് ദൈവത്തിന് കൃപയിലാകുന്നുവെങ്കിൽ, എന്റെ അടിസ്ഥാന കിടക്ക് ദൈവത്തിന് കൃപയിലാകുന്നുവെങ്കിൽ, ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത് ദൈവത്തിന് കൃപയിലാകുന്നുവെങ്കിൽ, ആ കൃപയാണ് അടിസ്ഥാനമിട്ടിരിക്കുന്നെങ്കിൽ അതിനാണ് പ്രാധാന്യമുള്ളത്, മറ്റതിനല്ല. മൂന്നാമത് ഇതിന്റെ പ്രത്യേകതയെ കുറിച്ച് പറയുന്നത്, ഇറ്റ് ഈസ് അൺപ്രോഫിറ്റബിൾ. പ്രയോജനമില്ലാത്തതാ. യാതൊരു ഉപയോഗവും ഇതുകൊണ്ടില്ല. ആചരിച്ച് പോകുന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങൾ. അപ്പോൾ യാതൊരു ഗുണവും ഇതിനകത്തില്ല, ഒരു പ്രയോജനവുമില്ല. എന്തോ പ്രയോജനമില്ലെന്നാ? പ്രയോജനമില്ലാത്തത് എന്റെ സോളിന്, എന്റെ പ്രാണന്. ഇതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. എന്ത് തിന്നുന്നുവോ അതല്ല എന്റെ പ്രാണന് വിലയുള്ളത്. എന്തുടിക്കുന്നു എന്നുള്ളതല്ല എന്റെ പ്രാണന് വിലയുള്ളത്. എന്റെ പ്രാണന് വിലയുള്ളതാണോ വിലമതിക്കേണ്ട വിഷയം. പക്ഷെ ഈ ചെയ്യുന്ന കാര്യങ്ങൾ, ഈ നിയമം പറയുന്ന വിഷയങ്ങൾക്കൊന്നും എന്റെ ആത്മീയ ജീവിതത്തിന് ഒരു പ്രയോജനമില്ലാത്തതാ. ഒരു വളർച്ചയൊന്നുമില്ല, ഒരു വളർച്ചയില്ല. പിന്നീട് എന്താ അവിടെ ഉള്ളത്? വളർച്ചയില്ലാത്ത കാര്യങ്ങൾക്ക്, പ്രയോജനമില്ലാത്ത കാര്യങ്ങൾക്ക് പ്രയോജനം അവർ കാണുകയാ. ദൈവത്തിന്റെ ദാസൻ യെരമ്യാവ് പ്രകാരം പറയുന്നുണ്ട്, എന്റെ ജനം 2 ദോഷം ചെയ്തു. അതിൽ ഒന്നാമത്തെ ദോഷം എന്ന് പറയുന്നത്, വെള്ളത്തിന്റെ ഓവയായി എന്നെ അവർ ഉപേക്ഷിച്ചു. 2, വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. എന്നിട്ട് ദൈവത്തിന്റെ ദാസൻ പ്രകാരം പറയുക, തങ്ങളുടെ മഹത്വമായവനെ അതിന് പകരമായിട്ട് വിട്ടുകളഞ്ഞു. ഇതാ വിഷയം. പ്രയോജനമുള്ളതല്ല ഇപ്പോൾ ഉള്ളത്, പ്രയോജനമില്ലാത്തതാ. ജീവനുള്ള വെള്ളമുണ്ട്, പക്ഷെ ഇപ്പം ജീവനുള്ള വെള്ളമല്ല അവർ കുടിക്കുന്നത്. ഇപ്പൊ വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകൾ അവർ കുഴിച്ചിരിക്കുന്നത്. അവരുടെ കരം കൊണ്ട് അവരത് കുഴിച്ചിരിക്കുന്നത്. പക്ഷെങ്കിൽ അവർ കുഴിച്ച കിണറിനകത്ത് എന്തില്ല? വെള്ളമില്ല, പ്രയോജനമില്ല. ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത്, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ഞാൻ എന്ത് ചെയ്യുന്നുവോ അത് പ്രയോജനമാകണം. എന്തിന്? എൻ്റെ പ്രാണന് കൃപയിൽ വളരുവാൻ തക്കവണ്ണം പ്രയോജനമായിരിക്കണം. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി, എൻ്റെ സംസാരങ്ങളോ, ഞാൻ പിടിച്ചു വെക്കുന്നത് മറ്റുള്ളവരെ കൃപയിൽ വളർത്തുവാൻ തക്കണം കാരണമാകുന്നുവെങ്കിൽ, അതാ ദൈവത്തിന്റെ ദാസനോട് പറയുന്നത്, അങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരരുത്. നിങ്ങൾക്കറിയാം,
പിന്മാറ്റത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുക ഈ എബ്രായ വിശ്വാസികൾ. അവരുടെ കൈകൾ തളർന്നു, അവരുടെ കാലുകൾ തളർന്നു, അവർക്ക് എഴുന്നേൽക്കുവാൻ വയ്യ. മുടന്തിന്റെ അവസ്ഥയിൽ അവരിപ്പോൾ ആയിരിക്കുന്നത്. എന്നാൽ ഇപ്രകാരമുള്ള അവസ്ഥയിൽ വളരെ ഈസിയാണ് ഈ ലെവലിലേക്ക് മുൻപോട്ട് കടന്നു പോകുവാൻ. കാരണം തിരിച്ചൊന്ന് പൊങ്ങി വരണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ വളരെ പെട്ടെന്ന് ഈ കാര്യത്തിലേക്ക് കടന്നു പോകാൻ സാധിക്കും. ദൈവത്തിന്റെ ദാസരെ പ്രബോധിപ്പിക്കുകയാണ്, നിങ്ങൾ അങ്ങനെയാകരുത്. നമുക്കെല്ലാവർക്കും നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം.